ഒരാൾ ICICI ബാങ്കിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പേഴ്സണലി ഞാൻ ബാങ്കിങ് സെക്ടറിലുള്ള സ്റ്റോക്കുകൾ എടുക്കാറില്ല. അതിന് ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന് എത്തിക്കലായിട്ടുള്ളൊരു വശമുണ്ട്. മറ്റൊരു വശം എന്താണെന്ന് വെച്ചാൽ ഹൈലി ലിവറേജ്ഡ് ആയിട്ട് പോകുന്ന ഒരു സെക്ടറാണ് ഈ ഫിനാൻസ് സെക്ടർ എന്ന് പറയുന്നത്. അതുപോലെ ഗവൺമെൻറ് പോളിസീസ്, അതുപോലെ RBI പോളിസീസ് ഒക്കെ ഏറ്റവും ആദ്യം അഫക്റ്റ് ചെയ്യുന്നതും ഈ ബാങ്കിങ് സെക്ടറിനെയാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ന്യൂസൊക്കെ വരുന്ന സമയത്ത് വളരെ ഫാസ്റ്റായിട്ട് ഇതിനെ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഹൈലി ന്യൂസ് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ നമ്മൾ പൊതുവെ എടുക്കാം. ഇനി ICICIയെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിഫ്റ്റി ബാങ്ക് അതിൻ്റെ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത് പോവുകയാണ്. 60,000 ഒക്കെ ടച്ച് ചെയ്ത് പോകുമ്പോഴും ICICI ബാങ്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കറക്ഷൻ ഫേസിലാണ് നിൽക്കുന്നുള്ളത്. അപ്പോൾ ആ സെക്ടറിലുള്ള കറൻ്റ്ലി ഒരു വീക്കായിട്ടുള്ള ഒരു സ്റ്റോക്കായിട്ട് നമുക്കിതിനെ നിലവിൽ കാണാം. പക്ഷേ അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റേഞ്ച് 1300-350 റേഞ്ചൊക്കെ അതിനൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാവുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഈ ഏരിയ ബ്രേക്ക് ചെയ്ത് വീണ്ടും ഹൈയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ആ സെക്ടർ വളരെ സ്ട്രോങ് ആയതുകൊണ്ട്. ഇനി സെക്ടറിലുള്ള വീക്ക് സ്റ്റോക്ക് ആയതുകൊണ്ട് ആ സപ്പോർട്ട് കൂടി ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ 1200 റേഞ്ചിലേക്കൊക്കെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അവിടെ എത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് നെക്സ്റ്റ് കാര്യങ്ങൾ പറയാൻ പറ്റൂ. ഇതാണ് ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അതുപോലെ ഫണ്ടമെൻ്റലി നോക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇത്തരം സ്റ്റോക്കുകൾ പൊതുവേ ന്യൂസിനോട് കാര്യമായിട്ട് റിയാക്ട് ചെയ്യാറുണ്ട്. അതാണ് ഒരു കാര്യം. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫണ്ടമെൻ്റലി മറ്റ് ബാങ്കിങ് സ്റ്റോക്കുകളെ വെച്ച് എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ല എന്ന് തോന്നിയൊരു കമ്പനിയാണ് ICICI ബാങ്ക് എന്ന് പറയുന്നത്. ഇവർക്ക് ഇൻ്റർനാഷണൽ പ്രസൻസ് അടക്കമുള്ള ഒരു ബാങ്കിങ് സ്റ്റോക്കാണ് ICICI ബാങ്ക് എന്ന് പറയുന്നത്. അതുപോലെ ക്രെഡിറ്റ് കാർഡ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ക്രെഡിറ്റ് കാർഡ്സ് അവർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അറൗണ്ട് 1.64 crores ആണ് അവർ ഇഷ്യൂ ചെയ്ത ക്രെഡിറ്റ് കാർഡുകളുടെ എണ്ണം. അതുപോലെ അത്യാവശ്യം ATM ബ്രാഞ്ചുകളുണ്ട്. പല പല ഡൈവേഴ്സിഫൈഡ് ബിസിനസ്സുകളിലേക്ക് അവർ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വാല്യുവേഷനും കാര്യങ്ങളൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ക്യാഷ് റിച്ച് ആയിട്ടുള്ള കമ്പനി തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞതുപോലെ ഹൈലി ലിവറേജ്ഡ് ആണ്. അതുപോലെ ഗവൺമെൻറ് പോളിസീസ്, RBI പോളിസീസ് ഒക്കെ വളരെ ഫാസ്റ്റായിട്ട് വളരെ പെട്ടെന്ന് അഫക്റ്റ് ചെയ്യാവുന്ന ഒരു സെക്ടറുമാണ് ഇത് എന്നതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ഇത്തരം ബാങ്കിങ് സ്റ്റോക്കുകളെക്കാളും ഫിനാൻസ് സെക്ടറിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് സ്പെഷ്യലൈസ്ഡ് ഫിനാൻസ് സെക്ടറാണ്. അതായത് നമ്മുടെ ബജാജ് ഫിനാൻസ് അതുപോലുള്ള സ്റ്റോക്കുകളാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും ഇതിനെക്കുറിച്ച് ചോദിച്ചുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. നിങ്ങളുടേതായ റിസർച്ചിന് ശേഷം മാത്രം, സ്റ്റഡീസിന് ശേഷം മാത്രം നിങ്ങളിതിൽ ഒരു ബൈ സെൽ ഡിസിഷൻസൊക്കെ എടുക്കുക. അതല്ലെങ്കിൽ ഹോൾഡ് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. അതല്ലാതെ ഇതൊരു ബൈ സെൽ റെക്കമെൻഡേഷൻ ആയിട്ട് എടുക്കരുത്. താങ്ക് യു.